ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യാൻ പ്രൊഫഷണലി അറിയില്ല, പക്ഷെ ഞാൻ എൻ്റെതായ രീതിയിൽ എപ്പോഴും മേക്കപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് എൻ്റെ കസിൻ്റെ കല്യാണമാണ്. 2-3 ഡേയ്സായി പ്രോഗ്രാം. അപ്പം മുഖമൊക്കെ നല്ല ഡള്ളാണ്, ഉറക്കമൊക്കെ ഒഴിഞ്ഞ് നല്ല ക്ഷീണത്തിലുമാണ്. കൂടാണ്ട് കണ്ണിലൊരു നല്ലൊരു വേദന, ഒരു ചീയടിയുന്ന പോലെയൊക്കെ. പക്ഷേ കല്യാണത്തിന് പോയേ പറ്റും. അപ്പോൾ നമ്മൾ മേക്കപ്പ് തുടങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് മുടീൻ്റെ ഫേസ് മിസ്റ്റാണ്. എപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് സ്കിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ ഒരു മിസ്റ്റ് അടിക്കുന്നതാണ്, അല്ലെങ്കിൽ ടോണർ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ ഒന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ടൈം കൊടുക്കണം. കണ്ണിന് സുഖമില്ല, ബട്ട് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ലെൻസ് വെക്കണം എന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലെൻസ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ലെൻസിൻ്റെ കളേഴ്സ് ചൂസ് ചെയ്യാൻ പോലും അറിയില്ല. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ ഗ്രേ എന്ന് പറയുന്ന ലെൻസിൻ്റെ കളറാണ്. കളർ ട്രെൻഡോ അങ്ങനെ എന്തോ ഒരു ലെൻസിൻ്റെ കമ്പനിയാണ് അത് വരുന്നത്. ഇത് എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ ലെൻസ് വെച്ചിട്ടില്ല, കാരണം എൻ്റെ ചെറിയ കണ്ണായതുകൊണ്ട് തന്നെ ബ്യൂട്ടീഷ്യന് വെക്കാനൊരു ബുദ്ധിമുട്ടും എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല. അപ്പം എൻ്റെ വലിയ ആഗ്രഹമാണ് ലെൻസ് വെച്ചേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ലെൻസ് വെച്ചിട്ടേ പോവുള്ളൂ. അത് പൊളിക്കാൻ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട്. അപ്പം ലെൻസ് നമ്മൾ എപ്പോഴും വെക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കൈ വാഷ് ചെയ്യണം. അത് സോപ്പ് ബേസൊക്കെ കൊണ്ട് വാഷ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കണ്ണിലെരിയും. അപ്പം സോപ്പ് ബേസ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ലെൻസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ലെൻസ് വെക്കാൻ അറിയില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. നമ്മൾ ഫിംഗർ ടിപ്പിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റും. എനിക്ക് ഇതിൽ മിററിൽ നോക്കി വെക്കേണ്ടതുകൊണ്ട് ഞാൻ മിററിൽ പോയി വെച്ചിട്ട് വന്നു. ഭയങ്കര ടാസ്ക് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെൻ്റെ കണ്ണ് നേറിയിട്ട് ഇനി ഇപ്പുറത്തെ കണ്ണിൽ വെക്കണോ, ഇതെങ്ങനെ എടുത്ത് കളയണമെന്ന് പോലും അറിയാണ്ടായിരുന്നു. പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കണ്ണൊക്കെ ലെവലായി. പിന്നെ എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധം എന്താ വെച്ചാൽ ലെൻസിൻ്റെ കളറും എൻ്റെ പ്യൂപ്പിളിൻ്റെ കളർ സെയിം തന്നെയാണ്. 2 കളറിലും വെച്ചിട്ട് വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ഈ റിംഗ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റം തോന്നിയാലേ ഉള്ളൂ, അല്ലാണ്ട് അങ്ങനെ സൂക്ഷിച്ച് വീശിച്ചാൽ മാത്രമേ ലെൻസ് വെച്ചിട്ടും തരുള്ളൂ. വെറുതെ ഇത്രയും കഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. ഇത് വെച്ചതിൻ്റെ ഒരു ഇറിറ്റേഷൻ എൻ്റെ ആ ഒരു സൗണ്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും ഒരു നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എല്ലാ മേക്കപ്പിൻ്റെയും ബേസായിട്ട്. ഞാനിവിടെ അക്വാബ്ലാസിൻ്റെ ഒരു ചെറിയൊരു ഗ്രാമിന് തന്നെ ഏകദേശം 500 വരുന്നുണ്ട്. പക്ഷേ അടിപൊളി മോയ്സ്ചറൈസറാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നുമായിട്ട് അബ്സോർബ് ആവും. നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസർ വേണം, നിങ്ങളെ സ്കിന്നിന് സ്യൂട്ട് ആയത് വേണമെങ്കിൽ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഡേ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീന് സ്കിപ്പ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇന്നലെ ഞാനൊരു ചെറിയ മുക്കുത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാരി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹെവി മുക്കുത്തി ഇടാന്ന് വെച്ചു. അപ്പോൾ ഒരു വലിയ മുക്കുത്തി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫേസ് മേക്കപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കണം. നമുക്ക് അത്രയും സമയമുള്ളൂ. സ്ട്രോപ്പ് ക്രീം കുറച്ച് കുറഞ്ഞു പോയോ അല്ലേ, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഇടാം. എല്ലാം നമ്മുടെ സ്കിൻ ടോണിന് സ്യൂട്ടായിട്ടുള്ള കളർ എടുക്കുക. ഇപ്പം ഞാനൊരു ഒരു മീഡിയം സൈസ് കളറാണ്. അപ്പം നിങ്ങളുടെ സൈസ് എങ്ങനെയാണോ, നിങ്ങളുടെ കളർ ടോൺ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ ഫൗണ്ടേഷനൊക്കെ ചൂസ് ചെയ്യുക. ഞാനിവിടെ ഡെർമാഡോക്കിൻ്റെ പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന സൺസ്ക്രീനാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഐബ്രോസ് എടുത്തിട്ടില്ല, ഒരു ഷേപ്പും ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ മാർസിൻ്റെ 4 കളേഴ്സ് വരുന്ന ഐബ്രോ പാലറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതാകുമ്പോൾ നമ്മൾക്ക് ഒരു ബടൻ്റെ ലുക്ക് വരില്ല. എന്നാലും ഞാൻ എപ്പോൾ ഐബ്രോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബടനായി മാറാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയുന്ന പോലെയൊക്കെ നിങ്ങൾ ഐബ്രോ ഫില്ല് ചെയ്യുക. പിന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്, വാങ്ങിയിട്ട് എനിക്ക് ഭയങ്കര വൃത്തിയായിട്ട് തോന്നിയിട്ടുള്ള ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇൻസൈറ്റിൻ്റെ കളർ കറക്റ്ററാണ്. എല്ലാ കളേഴ്സും ഉണ്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഓറഞ്ച് ഷെയ്ഡ് എൻ്റെ വായിൻ്റെ അടുത്ത് നല്ല ബ്ലാക്കാണ്. അപ്പോൾ ആ ഒരു പിഗ്മെൻറ്റേഷൻ കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് നല്ല അടിപൊളിയാണ്. പിന്നെ അതിൽ തന്നെ സ്കിൻ കളർ വരുന്നുണ്ട്. നമ്മളെ കണ്ണിൻ്റെ അടിയിലെ ബ്ലാക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കളർ കറക്റ്റർ അടിപൊളിയാണ്. ഞാനിതിനൊരു 10 ഔട്ട് ഓഫ് 10 കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇൻസൈറ്റിൻ്റെ കളർ കളക്ടർ പാലറ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എൻ്റെ അടിയിൽ മെൻഷൻ ചെയ്യാം. പിന്നെ യൂസ് ചെയ്യുന്നത് മിലാനോൻ്റെ ഫൗണ്ടേഷനാണ്. ഒരു
ലൈറ്റായിട്ടുള്ള ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ നന്നായിട്ട് സ്യൂട്ടായി. എല്ലാം ആദ്യം തന്നെ കുറച്ചധികം വാരി പൂശി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം നമുക്കതൊന്ന് സെറ്റായി കിട്ടും. ഒന്ന് വേർത്തൊക്കെ കഴിയുമ്പോഴേക്കും ഒന്ന് സെറ്റായിട്ടുണ്ടാവും. ഞാനപ്പോൾ എപ്പോഴും കുറച്ചധികം വാരി പൂശാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ലുക്ക് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഓവറായിട്ട് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ കണ്ണിൻ്റെയൊക്കെ അടിയിലൊരു കേക്കി ഫീൽ വരും. പിന്നെ ഞാനിവിടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺസീലറായിട്ട് യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ തന്നെയാണ്. സ്റ്റേസിൻ്റെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള കളർ വെച്ചിട്ടാണ് കൺസീൽ ചെയ്യാറ്. പിന്നെ നമ്മൾ മുഖത്തെപ്പം വാരി പൂശുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നെക്കിന് കൂടെ ഇതൊക്കെ കുറച്ച് തേച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ഞാനെപ്പം നെക്കിൽ തേക്കാറുണ്ട്. പിന്നെ എപ്പോഴും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള എല്ലാം നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ടോ ഒരു വെറ്റ് വൈപ്സ് വെച്ചിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ചെയ്തെടുക്കുക. അതിന് എടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മാർസിൻ്റെ ബ്ലഷാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മാർസിൻ്റെ ബ്ലഷ് ഒരു അടിപൊളിയായിട്ടാണ്. ചെറിയൊരു ഡ്രോപ്പ് മതി, നല്ല ഒരു ഗ്ലോയി പിങ്ക് ഫിനിഷ് തരാൻ വേണ്ടിയിട്ട് സൂപ്പറാണ്. ഇനി അടുത്തതായിട്ടൊരു ഫിനിഷപ്പിന് നമ്മൾ കൊടുക്കുന്നത് ഈ യൂറോപ്പ് ഗേളിൻ്റെ ഹൈലൈറ്ററാണ്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി. കാരണം നല്ലൊരു ഫിനിഷിങ് തരുന്നത്, അല്ലെങ്കിൽ കുറച്ച് ഒന്ന് അധികമായിപ്പോയാൽ ഭയങ്കര ഓവറായിപ്പോയി തോന്നുന്ന ഒരു ഹൈലൈറ്ററാണിത്. പൗഡേർഡ് ഹൈലൈറ്ററാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഫസ്റ്റിന് നമ്മൾ സ്കിന്നിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒട്ടിപ്പിടിച്ച പോലെയാവും. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ബ്രഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ലാസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻസൈറ്റിൻ്റെ ബനാന പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് കുറച്ചധികം ഉള്ള മേക്കപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടും. അതിന് ശേഷം അതൊന്ന് ഇതാക്കിയതിന് ശേഷം ഞാൻ ഇൻസൈറ്റിൻ്റെ തന്നെ മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ ആണ് അടിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ അറിയാണ്ട് വിട്ടു ഒരു കേസ് എന്താ വെച്ചാൽ ലിപ് ബാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അലൂറെലിക്സറിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യാറ്. ഫസ്റ്റ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ മോയ്സ്ചറൈസർ ഇടുന്ന സമയത്ത് തന്നെ ലിപ് ബാം യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുക. ചാപ്ഡ് ലിപ്പൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും. ഇനി നമുക്ക് ഐ മേക്കപ്പും അതുപോലെ തന്നെ ഹെയറൊക്കെ അവിടെ കിടക്കുകയാണ്. നമുക്ക് ഏതാണോ സ്യൂട്ടായിട്ടുള്ള മേക്കപ്പിന് സ്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഡ്രസ്സിന് സ്യൂട്ടായിട്ടുള്ള ഒരു ബിന്ദി വെക്കാം. ഞാനിവിടെ ഐ മേക്കപ്പിന് യൂസ് ചെയ്യുന്നത് മെയ്ബിലിൻ്റെ ഐലൈനറാണ്. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മെയ്ബിലിൻ്റെ തന്നെ മെഡിസിയാണ്. ഇതൊക്കെ മേക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ആ ലിപ്സ്റ്റിക്ക് ഇടുമ്പം കിട്ടുന്ന ആ ഒരു ലുക്ക് വേറെ ഒരു ഐറ്റം ഇട്ടാലും കിട്ടില്ല. ഇനിയിപ്പോൾ ഒരു മേക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ലിപ്സ്റ്റിക്ക് നമുക്കൊരു ബ്രൈറ്റ് ലുക്ക് തരും. എല്ലാ മേക്കപ്പിൻ്റെയും ഫിനിഷിങ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴാണ്. പിന്നെ മാർസിൻ്റെ എനിക്ക് ലിപ് പാലറ്റ് ഉണ്ട്. അപ്പം ഞാൻ ബ്ലൗസിൻ്റെ സെയിം ഷെയ്ഡ് അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്തിട്ടാണ് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ലൈറ്റായിട്ടുള്ളൊരു ഐ ഷാഡോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഗ്ലോസി ആയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡിൻ്റെ മേലെയാണ് ജസ്റ്റ് അതൊരു ഡ്രോപ്പ് മതി ഫുള്ളായിട്ട് ബ്ലിങ്ക് ചെയ്യാം. അതൊരു അടിപൊളി പ്രൊഡക്റ്റാണ് സ്വിസ് ബ്യൂട്ടിയുടെ അത് വരുന്നത്. അപ്പം ഓൾമോസ്റ്റ് എൻ്റെ ഫേസ് മേക്കപ്പൊക്കെ കഴിഞ്ഞു. നമുക്ക് അല്ലറ ചില്ലറ ആക്സസറീസൊക്കെയാണ് ഇടാനുള്ളത്. കൂടാണ്ട് ഈ ലെൻസ് വെച്ച് കാരണം ഏതോ ഒരു പൊസിഷനിൽ കണ്ണെനിക്ക് അവിടെ കണ്ണിന്ന് വല്ലാണ്ട് വെള്ളം വന്നു. ലെൻസ് വെച്ചതിന് അധികം നമ്മൾ മുകളിലോട്ടേക്ക് കണ്ണ് കൊടുക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എവിടെയോ തടയുന്ന പോലെ ഫീൽ ചെയ്യും. പിന്നെ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലെൻസ് വെക്കണം, അല്ലെങ്കിലും പണി കിട്ടും. അപ്പം ഞാൻ ആക്സസറീസൊക്കെ ഒന്ന് സ്യൂട്ടായത് നോക്കി. ഗോൾഡിൻ്റെ മാലയൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ ഇടുമ്പോൾ ഒരു ബോർ. അതുകൊണ്ട് തന്നെ മീഷോന്ന് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ടൈമിൽ വാങ്ങിയ ഒരു മാലയാണിത്. അപ്പോൾ ഇത് നല്ല ഒരു സ്യൂട്ടായിട്ടുണ്ട്. അതിന് സ്യൂട്ടായിട്ടുള്ള എൻ്റെ മാരേജ് ഫംഗ്ഷന് തലേന്ന് ഇട്ടൊരു കാതിലി ഉണ്ടായിരുന്നു. അതും ആ ഒരു ഡ്രസ്സിൻ്റെ കളർ ഇതിന് കോംബോ ആയിട്ട് തോന്നി. അപ്പോൾ അതുമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു. ടേക്ക് കെയർ.